നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കാട്ടിലെ ഫോറസ്റ്റുകാരോട് സംസാരിച്ച് നിൽക്കുവാണ് വേലു അമലും കൂടെ. അപ്പൊ ആ സമയത്ത് ഒരു ഫോറസ്റ്റുകാരൻ പറഞ്ഞു, ഓരോരുത്തന്മാരൊക്കെ ക്യാമറ തൂക്കിക്കൊണ്ട് ഇറങ്ങിക്കോളും കാട്ടിലേക്ക്. അമ്മമാരുടെയൊക്കെ വിചാരം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല, അടിച്ചു പൊളിച്ച് കഴിയാന്ന. എന്നിട്ടോ ചെന്നായ്ക്കളും കുറുനരികളൊക്കെ കടിച്ചു കീറി കൊന്നു കഴിയുമ്പോഴാ അവന്മാർക്ക് മനസ്സിലാവുന്നേ, രാത്രിയിൽ ഇവിടെ തങ്ങേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? ഇമാർക്കൊക്കെ ക്യാമറയും തൂക്കിക്കൊണ്ട് വന്നിട്ട് പോയാൽ പോരായിരുന്നോ? കണ്ടില്ലേ, ആകെപ്പാടെ കുറച്ച് അവശിഷ്ടം മാത്രമേ ഉള്ളൂ. എല്ലും മുള്ളും മാത്രം ബാക്കിയുള്ളെന്ന് പറഞ്ഞു. മൃഗങ്ങളൊക്കെ കടിച്ചു കയറിയെന്ന് പറഞ്ഞു. ഇനി എന്താണേലും അവന്റെ വീട്ടിൽ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേലു ചോദിച്ചു, അല്ല സാറേ, അതെങ്ങനെ വിവരം അറിയിക്കണേ? ആരെന്താന്ന് അറിയത്തില്ലാതെ. ഇവൻ ഇവിടെ കിടന്നൊരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്, അതിനകത്തുനിന്ന് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ അങ്ങനെ. അത് കേട്ടിഞ്ഞപ്പോ വേലുവിന് മനസ്സിലായി. അധികം വൈകാതെ തന്നെ രാഹുലിന്റെ വീട്ടിൽ വിവരം അറിയിക്കുന്നു. പിന്നീട് വേലു അമലും കൂടെ അങ്ങോട്ടേക്ക് നടക്കുന്ന സമയത്ത് അമല് പറഞ്ഞു, അല്ല കിരൺ സാറിനോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ? പറയണം. അല്ല ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് കിരൺ സാറിന്റെ അമ്മയ്ക്ക് അറിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം സഹോദരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് ദുഷ്ടനായിരുന്നില്ലേന്ന് ചോദിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു, നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്ത് കാദംബരി കിരണും കൂടെ സംസാരിക്കണം. അപ്പോഴേക്കും കാദംബരി പറഞ്ഞു, അല്ല അയാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരത്തില്ലേ കിരണേന്ന് ചോദിച്ചു. അയാളുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ ആന്റി സമ്മതിക്കും, അല്ല അമ്മ സമ്മതിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും സമ്മതിക്കില്ല. തറവാട് വീടാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരിക്കും. പക്ഷേ എങ്കില് ഒരു കാരണവശാലും അവിടെ അടക്കാൻ സമ്മതിക്കില്ല. കാര്യം പറഞ്ഞ സഹോദരനൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അയാൾ മരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആള് എന്റെ അമ്മയാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് കാദംബരി പറഞ്ഞു, അല്ല എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒന്നുമല്ലേലും സഹോദരനല്ലേ, അപ്പൊ ആ സ്നേഹം കാണാതിരിക്കുമെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, സഹോദരനാണ് പോലും, സഹോദരനാണ് ഏറ്റവും കൂടുതൽ ദുഷ്ടത്തരം ചെയ്തിരിക്കുന്നത്. മര്യാദക്കാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ അകറ്റാതിരിക്കുമായിരുന്നെങ്കിൽ ആ സരയു കൺസ്ട്രക്ഷൻ എന്നുള്ള പേര് അവിടെ കാണുകയും ചെയ്തേനും അവർക്ക് നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യായിരുന്നു. പക്ഷെ ആ സമയത്ത് അവരല്ലേ ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണിച്ചേ. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അപ്പുറമാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേലും അമലും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അവര് വന്നു കഴിഞ്ഞിട്ട് വേലു പറഞ്ഞു, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തായി? ഫോറസ്റ്റുകാർ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല സാറേ, സാറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണെങ്കിലും അമ്മ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. ബോഡി കൊണ്ടുവന്നാലും അവിടെ അടക്കാനൊന്നും സമ്മതിക്കില്ല. അതിനെക്കുറിച്ചായിരുന്നു ഇപ്പൊ ഞാനും കാദംബരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നേ. ഈ സമയത്ത് കിരൺ ചോദിച്ചു, അല്ല അമലുവിനെ കല്യാണിയെ കാണണ്ടെന്ന് ചോദിച്ചു. വേണ്ട വേണ്ട സാറേ, എനിക്ക് കാണണ്ട. ഐസിയു കയറി എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കിടക്കുന്ന കല്യാണിച്ച് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. പേടിക്കണ്ട അമലു, ഇപ്പൊ അവൾ അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവൾ ഓക്കെയാണ്. ഇനിയിപ്പൊ പേടിക്കണ്ട, അവള് ജീവിതത്തിലേക്ക് തിരികെ വന്നു പറഞ്ഞു. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു നേഴ്സ് അങ്ങോട്ട് വന്നേ. നേഴ്സിനോട് കിരൺ പറഞ്ഞു, അതെ അമലുവിന് കല്യാണി ഒന്നും കാണുന്നുണ്ട്. വിസിറ്റേഴ്സിനെ അങ്ങനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കാന്ന് പറഞ്ഞു. എങ്കിൽ ശരി സാറേ, ഒരാൾ പോയി കയറി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ അമലു അങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയത്ത് വേലി പറഞ്ഞു, അവൾക്ക് നല്ല വിഷമമുണ്ട്. ഈ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴേക്കും പറഞ്ഞു, എങ്ങനെ സങ്കടപ്പെടാതിരിക്കും, അമലുവിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല കല്യാണിയെ. കിരൺ പറഞ്ഞു, അതെ ഇടയ്ക്ക് കല്യാണി അമലിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ സാറേ, ഇനിയിപ്പോ അവന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ആ കാര്യം ഓർത്ത് പേടിക്കണ്ട. ഇനി ഒരുത്തനും കൂടെ ഉണ്ടല്ലോ അകത്ത്, വിക്രം അല്ലേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവന്റെ അന്ത്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോണേന്ന് പറഞ്ഞു. ഈ സമയത്ത് കല്യാണിന്റെ അടുത്തേക്ക് അമലു എന്നു. അമലു കരയുന്നുണ്ടപ്പോ കല്യാണി പറഞ്ഞു, എന്തിനാ കരയണേ? സങ്കടപ്പെടൊന്നും വേണ്ട, എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാന്ന് പറഞ്ഞു. ആ സമയം അമലു പറഞ്ഞു, അവനെ തീർത്ത് കളഞ്ഞിട്ടുണ്ട് കല്യാണിച്ച് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എന്നോട് കിരണേട്ടൻ പറഞ്ഞായിരുന്നു. അമലു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അമലു ഒരു കാര്യം ചെയ്യുക, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി, വീട്ടിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഞാൻ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമലുവിനെ സമാധാനിപ്പിക്കുകയാണ് കല്യാണി. ഇതേ സമയത്ത് സരയു ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഹരിസാർ അങ്ങോട്ട് വന്നു. ഹരിസാർ വന്നിട്ട് പറഞ്ഞു, സരയു നിന്നോട് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അതെന്താ അത്യാവശ്യമായിട്ടാ? അതൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ കൺമണിമോൾക്ക് വല്ല വയ്യായികയാണോ? കൺമണിമോൾക്ക് വയ്യായികയാണെങ്കിൽ വീട്ടുകാർ ആസ്പത്രി കൊണ്ടുപോകത്തില്ലേ? അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കൊണ്ടുപോയില്ലോ എന്ന് പറഞ്ഞു. അല്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണ്ട അല്ലേന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, നിന്നോട് ചെല്ലാൻ പറഞ്ഞു, ഞാൻ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു.
അങ്ങനെ സരയു അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഹരിസാറ് മനസ്സിൽ പറഞ്ഞു, ഇവൾ അവിടെ ചെന്നിട്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി, ഇവളുടെ അച്ഛൻ മരിച്ചെന്നുള്ള കാര്യം. അങ്ങനെ സരയു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഹാരിസാറിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആ ദുഷ്ടം മരിച്ചല്ലോ എന്നൊരു ചിന്ത. ഈ സമയത്ത് കിരണും രൂപയും ചന്ദ്രസേനും ശാരിയും കൂടെ സംസാരിക്കണം. അപ്പൊ ശാരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹുൽ മരിച്ച കാര്യങ്ങളൊക്കെ. പിന്നീട് രൂപ ചോദിച്ചു, എന്താടി നിന്റെ മുഖത്ത് എന്താ ഒരു സങ്കടം എന്ന് ചോദിച്ചു. സങ്കടമോ? അല്ല, നീയല്ലേ പറഞ്ഞേ അയാൾ മരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നാന്ന്, പിന്നെ നിനക്കെന്താ അയാൾ മരിച്ചെന്ന് കേട്ടപ്പോ ഇത്ര വിഷമം എന്നാന്ന് ചോദിച്ചു. എനിക്ക് വിഷമമൊന്നുമില്ല, അയാൾ മരിക്കാൻ ഞാനും ആഗ്രഹിച്ചിരുന്നാന്ന് പറഞ്ഞു. ഈ സമയത്ത് രൂപ പറഞ്ഞു, അയാൾ നിന്നെ മുമ്പേ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എളിയ വല്ല കത്തി ഒളിപ്പിച്ചോണ്ടാണ് വന്നേന്ന് ആര് കണ്ടു? കല്യാണി മോളെ കുത്തിയ കത്തി എന്താണെങ്കിലും അയാളുടെ കയ്യിലുണ്ടായിരുന്നായിരിക്കും. ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് അയാൾ ഓടിച്ചു വിട്ടോട്ടാ, അല്ലെങ്കിൽ മിക്കവാറും എന്നെയും ചന്ദ്രനെയും അയാൾ കുത്തി കൊല്ലുന്നേനും അതിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് ഇന്നലെ രാത്രി തൊട്ട് കല്യാണിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്തോ വല്ലാത്തൊരു ടെൻഷനായിരുന്നു, എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ കല്യാണിയോടൊപ്പം സൈറ്റിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്. കൃത്യസമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് കല്യാണിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ എന്റെ കല്യാണി ഇന്ന് ഭൂമി കാണത്തില്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ ഒരു ദുഷ്ടൻ അയാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാനായിട്ട് അയാൾക്ക് ഒട്ടും അർഹതയില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് രൂപ പറഞ്ഞു, ഇനിയിപ്പം നീ എത്ര വിഷമിച്ചിട്ടും കാര്യമൊന്നുമില്ല, അവൻ അത്രയ്ക്ക് ദുഷ്ടനായതുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു വിധി കെട്ടിയെന്ന് പറഞ്ഞു. ഈ സമയത്താണ് സരു അവിടേക്ക് വരുന്നത്. സരു കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുവാണ്. സരു അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രസേനൻ പറഞ്ഞു, അതെ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ച ഒരു കാര്യം പറയാനായിട്ടാ. ഒരു പിശാശിന്റെ അന്ത്യം നടന്നു, അതും കൂടും കാട്ടി വെച്ച് ചെന്നായ്ക്കളും മൃഗങ്ങളും ഒക്കെ അവനെ കടിച്ചു കീറി കൊന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സരുവിനൊന്നും മനസ്സിലായില്ല. ആരെയൊന്നും മനസ്സിലായില്ലേ? നിന്റെ അച്ഛനെ ആ തീർത്തെന്ന് രൂപ പറഞ്ഞു. ഇത് കേട്ടപ്പോ സരു ഒരു അന്താളിപ്പോടെ നോക്കുവാണ്. പെട്ടെന്ന് ടെൻഷൻ ഉണ്ടായി സരുവിന്. പക്ഷെ അത് പുറമെ കാണിച്ചില്ല. കരച്ചിലിങ്ങനെ തൊണ്ടക്കുഴി വന്നിരിക്കുക. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലോ. സരു ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. പിന്നീട് സരു പറഞ്ഞു, നന്നായി കിരണേ, അയാൾ മരിക്കാൻ ഞാൻ ആഗ്രഹിച്ച ഇതെന്താളും നല്ല കാര്യമാണ്. അയാൾ ചെയ്ത ദുഷ്ടതകൾക്കൊക്കെ ഫലം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശാരി ഒരു അന്താളിപ്പോട് കൂടി സരുവിനെ നോക്കുവാണ്. ശാരിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും രൂപ പറഞ്ഞു, അതെ അതെ, അവന് കിട്ടാനുള്ളത് തന്നെ കിട്ടിയത്. അവൻ അത്രമാത്രം ദുഷ്ടത്തരം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാ ചെയ്തേ? ചന്ദ്രേട്ടനെ കൊല്ലാൻ നോക്കി, പിന്നീട് കല്യാണി മോളെ. ഇനി അവൻ ഭൂമി ജീവനോടെ ഉണ്ടെങ്കിലേ അവൻ മറ്റു പലതും ചെയ്തേനെന്ന് പറഞ്ഞു. അവനിത് കുറച്ചു മുമ്പേ കിട്ടേണ്ടിയിരുന്ന ശിക്ഷ. ഈ സമയം സേനൻ പറഞ്ഞു, അതിനുള്ള ശിക്ഷയല്ലേ കിട്ടിയിരിക്കുന്നത്. മൃഗങ്ങള് ചെന്നായ്കളും കുറുകന്തരകളൊക്കെ കടിച്ചു കീറി കൊന്നില്ലേ? അപ്പോഴേക്കും കിരൺ പറഞ്ഞു, സരിയും കല്യാണിയെ ഇല്ലാതാക്കിയിട്ട് അവനിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിക്കാണും. അതുകൊണ്ട് അവന് പേടിച്ചിട്ട് അങ്ങോട്ട് കാട്ടിലേക്ക് പോയി ഒളിച്ചതാ. ആ സമയത്ത് അവിടെ കുറുനരികളും ചെന്നായ്കളും ഒക്കെ വന്നു അവന്റെ മണം പിടിച്ച് അങ്ങനെ അവനെ കടിച്ചു കീറി ഇല്ലാതാക്കിന്ന് പറഞ്ഞു. സരുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കുമാണ് ഒരു ആംബുലൻസ് പുറത്തു വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെ. എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ സരുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഇവിടെ കരയാൻ പാടില്ല, കരഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് സരുവിനറിയാം. സരു ഇങ്ങനെ നോക്കിയിട്ട് പിന്നീട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയം കിരൺ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇയാളുടെ ബോഡി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്ന് ചോദിച്ചു. രൂപ പറഞ്ഞു, ഇവിടേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്ത് കാണിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വല്ല പൊതു ശ്മശാനത്തിലും കൊണ്ടേ അടയ്ക്കാൻ മതി എന്ന് പറഞ്ഞു. ശാരിക്ക് സരുവിനും എന്തേലും പറയാൻ പറ്റുമോ? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അല്ല മാഡം, അത് പിന്നെ അതെ ഇവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ചന്ദ്രസേനൻ പറഞ്ഞു, ഇവനെ ഇവിടെ കൊണ്ട് നടക്കിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ പ്രേതം മറ്റുള്ളവരെ പിടികൂടും. അവൻ മരിച്ചാലും അവൻ വെറുതെ വിടത്തില്ല മറ്റുള്ളവരെ. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ അടയ്ക്കിയാൽ മതി. ഇവിടെ അവനെ അടക്കത്ത് പോലും ഇല്ലാന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല രൂപയൊക്കെ. പിന്നീട് ശാരി ഇങ്ങനെ സരുവിനെ വളരെ ദയനീയമായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അല്ല ഇവന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും സരി പറഞ്ഞു, എനിക്കൊരു കർമ്മങ്ങളും ചെയ്യണമെന്ന് ഒരു നിർബന്ധമല്ലേ കിരണേ, എനിക്ക് കർമ്മങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ശാരി പറഞ്ഞു, മോളെ അങ്ങനെ പറയരുത്, ഒന്നും അല്ലേലും നിന്റെ അച്ഛനല്ലേ, അയാൾ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ കർമ്മങ്ങൾ ചെയ്യാതിരിക്കില്ലെന്ന് പറഞ്ഞു. രൂപ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പോകുന്നതില് ഇവിടെ ആർക്കും ഒരു തടസ്സമില്ല, നിങ്ങൾ പോവുക, കർമ്മം ചെയ്യുക, എന്ത് വേണം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആംബുലൻസ് എടുത്തു കഴിഞ്ഞപ്പം സരിയും ശാരിയും കൂടെ കാലിൽ കയറി അവരെ പിന്തുടരുവാണ്. ആ സമയം രൂപ പറഞ്ഞു, അവൻ ഇങ്ങനെ തന്നെ വേണം, അവനെപ്പോലൊരു പിശാചിനെ കിട്ടേണ്ട തന്നെ കിട്ടിയിരിക്കുന്നത്. സഹോദരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്കും ഇങ്ങനൊരു സഹോദരൻ ഉണ്ടാവാതിരുന്നാൽ മതി. ആ സമയം ചന്ദ്രസേനൻ പറഞ്ഞു, ഇനി ഒരുത്തനും കൂടെ ഉണ്ട്, വിക്രം, കല്യാണിയുടെ സഹോദരന്. ബാക്കി രണ്ടുപേർക്ക് ശിക്ഷ കിട്ടി, ഗംഗയ്ക്കും അതുപോലെ തന്നെ രാഹുലിനും. ഇനിയിപ്പോൾ അവൻ പുറത്തിറക്കി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്ലാനെങ്കിൽ അവന്റെ വിധി ഇതായിരിക്കും. കിരൺ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ കല്യാണി തലനാരിഴക്കാണ് രക്ഷപ്പെട്ടെ, അവളുടെ കരൾ വഴയെ കട്ടായിപ്പോയി.
അവൻ ഒറ്റൊരുത്തം കാരണം ഇനി ഒരു ദുരന്തം കൂടെ താങ്ങാനുള്ള ശക്തി അവൾക്കില്ല എന്ന് പറഞ്ഞു. വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പോകുന്നെങ്കിൽ അവനെയും വെറുതെ വിടത്തില്ല എന്ന് കിരൺ ഉറപ്പിച്ചു പറയാണ്. ഇതേ സമയത്ത് സരിയോ ശാരിയൊക്കെ അങ്ങനെ ആംബുലൻസിനെ പിന്തുടർന്ന് പോവാണ്. അപ്പോഴേക്കും സരിയ പറഞ്ഞു, ചേട്ടാ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തുക, ഇനി എന്തേലും ഒന്ന് കുടിക്കാൻ വേണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ഡ്രൈവർ ജ്യൂസ് മേടിക്കാണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണം. ആ സമയം സരിയോ ഒറ്റ കരച്ചിലായിരുന്നു. അപ്പോഴേക്കും ശാരി പറഞ്ഞു, മോളെ നീ ഇന്ന് കരയല്ലേ, അമ്മ ഇത്ര സമയം ഞാൻ പിടിച്ചു വെച്ച ഡ്രൈവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും, ഡ്രൈവറെ ചിലപ്പോൾ പോയി പറഞ്ഞു കൊടുക്കില്ലേ, അതുകൊണ്ട് അയാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞു. എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞോണ്ട്. മോളെ നമ്മൾ എന്താ ചെയ്യുന്നേ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലമ്മേ, ഒന്നും അല്ലെങ്കിലും എൻ്റെ അച്ഛനല്ലേ, എത്ര ദുഷ്ടത്തരം കാണിച്ചാലും അത് മാത്രമല്ല എനിക്ക് വേണ്ടി അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ മിക്കവാറും കിരണൊക്കെ ആയിരിക്കും ഇല്ലാതാക്കിയത്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു കേസ് ഫയൽ ചെയ്യാൻ പോലും പറ്റില്ല. ചെയ്തിട്ടുണ്ട് പ്രശ്നമാ അമ്മ, ആ വീട്ടിൽ നിന്ന് പുറത്താ, ഞാൻ കമ്പനിയിൽ നിന്നും പുറത്താ, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചാരി പറഞ്ഞു, മോള് വിഷമിക്കണ്ട അമ്മേ, ഒരു കാര്യം ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു, എന്താണെന്നറിയാവോ, കിരൺ ഉണ്ടല്ലോ അവനെ ഞാൻ സ്വന്തമാക്കും, എന്ത് വില കൊടുത്തും ഞാൻ സ്വന്തമാക്കും, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഞാനത് നടത്തുമെന്ന് പറഞ്ഞു. ഇനി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡ്രൈവർ ജ്യൂസുമായിട്ട് വന്നു. അവരത് കുടിക്കുകയാണ്. ഈ സമയം താരയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു രൂപയുടെ. ഇതേ താര, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, ആ ദുഷ്ടനുണ്ടല്ലോ സരുവിന്റെ അച്ഛൻ രാഹുല്, അവൻ തീർന്നെന്ന് പറഞ്ഞു. ഇനി അവന്റെ ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അവന്റെ ദുഷ്ടതകൾക്കെല്ലാം ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ താരയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇതേ സമയത്ത് കല്യാണി ഇങ്ങനെ ആലോചിക്കുവാണ്. കല്യാണിന്റെ മനസ്സിലേക്ക് തന്നെ കുത്താൻ വന്ന രാഹുലിന്റെ മുഖമായിരുന്നു. അവന്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നൊരു ചിന്ത കല്യാണിക്കൊരു സന്തോഷമൊക്കെ തോന്നി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.